നമ്മുടെ ഈ കൊറോളറിയെ മാരേജ് തിയറം എന്ന് പറയാറുണ്ട്. അതിന് കാരണം എന്താ നിങ്ങൾ ഇത് കാണുമ്പോൾ മനസ്സിലാവേ. ഈ കെ എന്ന് പറയുന്നത് ഒരു ബൈപ്പാർട്ടേറ്റ് ഗ്രാഫാണ്. ബൈപ്പാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഓരോന്നിൻ്റെ ഡിഗ്രി എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇതാ ഇങ്ങനെ വരക്കാൻ പറ്റും. ഇതിൻ്റെ ഡിഗ്രി ഞാൻ 3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഡിഗ്രി എന്തായിരിക്കണം, 3 ആയിരിക്കണം. ഉണ്ടോ? അപ്പോൾ ഇതിലേത് എഡ്ജസ് എടുക്കുകയാണെങ്കിലും ഒരു വേർട്ടെക്സ് എക്സിലും ഒരു വേർട്ടെക്സ് വൈയിലാണ്ട് ഇത് ബൈപ്പാർട്ടേറ്റ് ഗ്രാഫുമാണ്. നമുക്ക് എന്താ കാണിക്കേണ്ടത്? ദെൻ ജി ഹാസ് എ പെർഫെക്റ്റ് മാച്ചിങ്. ഒരു പെർഫെക്റ്റ് മാച്ചിങ് ഉണ്ട് എന്നാണ് കാണിക്കേണ്ടത്. മാച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിലെ അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാച്ചിങ്ങിലേക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ എഡ്ജസുകളെ ഒരു സബ്സെറ്റാണ് നമ്മൾ മാച്ചിങ് എന്ന് പറയുന്നത്. അഡ്ജസൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ മാച്ചിങ്ങിലേക്ക് എടുക്കരുത്. ഇനി പെർഫെക്റ്റ് മാച്ചിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു വേർട്ടെക്സ് നോക്കിയേ, ഈ വേർട്ടെക്സിലെ ഈ ഒരു മാച്ചിങ്ങിൽ ഈ 2 വേർട്ടെക്സുകൾ എന്തായി മാച്ചിങ്ങിൽ വന്നു. അങ്ങനെ മാച്ചിങ്ങിൽ വരുന്ന വേർട്ടെക്സുകളെയാണ് നമ്മൾ സാച്ചുറേറ്റ് എന്ന് പറയാം. മാച്ചിങ്ങിൽ വരാത്ത വേർട്ടെക്സ്, ഇപ്പോൾ ഈ വേർട്ടെക്സ് ഒരു മാച്ചിങ്ങിൽ വന്നിട്ടില്ല, അപ്പോൾ ഇതെന്താ അൺസാച്ചുറേറ്റ് വേർട്ടെക്സ് ആണ്. ഇനി നമ്മൾ പെർഫെക്റ്റ് മാച്ചിങ് എന്ന് പറയണമെങ്കിൽ അതിലുള്ള എല്ലാ വേർട്ടെക്സുകളും ഏതെങ്കിലും ഒരു മാച്ചിങ്ങിൽ ഉണ്ടാവണം. ഇത് പെർഫെക്റ്റ് ആണോ? ഇല്ല. ഇനി ഞാനിതാ ഇങ്ങനെ വരച്ചു, ഇതൊരു മാച്ചിങ്ങിലേക്ക് ഈ എഡ്ജിനെയും കൂടെ ആഡ് ചെയ്തു, അപ്പോൾ ഇതെന്തായി, ഇതും സാച്ചുറേറ്റ് ആയി. ഇനി നിങ്ങൾ ഇതിൽ ഏത് വേർട്ടെക്സും നോക്കിക്കോളൂ, അത് ഏതെങ്കിലും ഒരു മാച്ചിങ്ങിലുണ്ടാവും. എന്ന് വെച്ചാൽ എല്ലാ വേർട്ടെക്സും സാച്ചുറേറ്റ് ആണ്. ഇങ്ങനെയുള്ള ഗ്രാഫിനെയാണ് നമ്മൾ എന്താ പറയുക, പെർഫെക്റ്റ് മാച്ചിങ് എന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് കാണിക്കേണ്ടത് ഒരു കേറുലർ ബൈപ്പാർട്ടേറ്റ് ഗ്രാഫ് വെർ കെ ഗ്രേറ്റർ ദാൻ 0 എന്താണ്, പെർഫെക്റ്റ് മാച്ചിങ് ആണ്. ഇവിടെ കെൻ്റെ വാല്യൂ എന്താ, 3 ആണ് അല്ലേ. 1 2 3 എല്ലാം 3, എല്ലാത്തിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് 3 അല്ലേ. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് ഒരു കേറുലർ ബൈപ്പാർട്ടേറ്റ് ഗ്രാഫിന് പെർഫെക്റ്റ് മാച്ചിങ് ആണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ വേർട്ടെക്സുകളും സാച്ചുറേറ്റ് ആണെന്ന് നമുക്ക് കാണിക്കേണ്ടത്. നമുക്കറിയാം കേറുലറിന് നമുക്ക് എങ്ങനെ ഇതാണ്, കെ മോഡ് എക്സ് ഈക്വൽ ടു കെ മോഡ് വൈ എന്ന് എഴുതിക്കൂടെ. കെ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ നമ്പർ 3 എന്ന് പറയുന്ന നമ്പർ, മോഡ് എക്സിലുള്ള എലമെൻറ്റ്സ് കെ ഇൻറ്റു മോഡ് എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു മോഡ് വൈ നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ മോഡ് എക്സ് ഈക്വൽ ടു മോഡ് വൈ എന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്താണെന്ന് അറിയോ, നമ്മൾ ഇതിൽ നിന്ന് ഈ എക്സിലെ ഒരു സബ്സെറ്റ് എസ് നമ്മൾ എടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് കാണുമെന്നറിയോ, മോഡ് എൻ ഓഫ് എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എസ് എന്ന് പറയും. എൻ ഓഫ് എസ് എന്ന് പറയുന്നത് ഈ എസ്സിലുള്ള വേർട്ടെക്സുകളുടെ നൈബർഹുഡിലുള്ള ആൾക്കാർ, എസ്സിലുള്ള വേർട്ടെക്സുകളുടെ ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഇത് എൻ ഓഫ് എസ്സിൽ വിട്ടു, ഈ ഒരു വേർട്ടെക്സ് നോക്കുകയാണെങ്കിൽ ഇത് വിട്ടു, പിന്നെ നോക്കുകയാണെങ്കിൽ ഈ 3 ആൾക്കാർ എൻ ഓഫ് എസ്സിലുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നൈബർഹുഡിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് മോഡസിനേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും. ഇങ്ങനെയൊരു കാര്യം നമുക്കിവിടെ പറയാൻ പറ്റും. ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റുമെന്നറിയോ, ഇതിൽ നിന്ന് ഈ എക്സ് ആക്സിസിലെ എല്ലാ വേർട്ടെക്സും സാച്ചുറേറ്റ് ആവുമെന്ന് നമ്മളൊരു തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് ആക്സിലെ എല്ലാ വേർട്ടെക്സുകളും സാച്ചുറേറ്റ് ആവുമെന്ന് നമുക്ക് കിട്ടി. നമുക്ക് ഇതിൽ നിന്ന് മോഡ് എക്സ് ഈക്വൽ ടു മോഡ് വൈ ആയതുകൊണ്ട് എന്ത് പറയാൻ പറ്റും, എല്ലാ വേർട്ടെക്സും സാച്ചുറേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാ വേർട്ടെക്സും സാച്ചുറേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ എഡ്ജസുകൾ വേണ്ടേ. അപ്പോൾ എന്താ, മോഡ് വൈകളും സാച്ചുറേറ്റ് ആയേ പറ്റും. മനസ്സിലായില്ല? ഇപ്പോൾ എല്ലാ എക്സുകളും സാച്ചുറേറ്റ് ആണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മാച്ചിങ്ങിൽ അത് വരണം. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻറ്റ് എഡ്ജസുകൾ വരണ്ടേ വൈ ആക്സിസിലേക്ക്. ഇനി എല്ലാം കൂടി ഒരു എഡ്ജിലേക്കാണ് മാപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താവും, ഒന്നിനെ നമുക്ക് മാച്ചിങ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവർ രണ്ടുപേരും മാച്ചിങ്ങിൽ വരില്ല. കാരണം എന്താ, അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസുകളെ നമ്മൾ മാച്ചിങ്സിലേക്ക് എടുക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വൈ തന്നെ അവിടെ വേണം. നമുക്കിപ്പോൾ തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു വൈ ആണ്. എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എന്താ, ഇവരെ മാത്രം എന്താ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മാച്ചിങ്ങിലേക്ക് എടുത്താൽ മതി. കണ്ടോ, ഇവർ മാച്ചിങ്ങാണ്, ഇവർ മാച്ചിങ്ങാണ്, ഇവർ മാച്ചിങ്ങാണ്. അപ്പോൾ എല്ലാ വേർട്ടെക്സും എന്തായി, സാച്ചുറേറ്റ് ആയി. ഇതിലില്ലാത്ത വേറെ വേർട്ടെക്സ് ഉണ്ടാവില്ല, ബൈപ്പാർട്ടേറ്റ് ഗ്രാഫാണ്. അപ്പോൾ ഏത് എഡ്ജെടുത്താലും ഒന്ന് എക്സിലും ഒന്ന് വൈയിലും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫായി. നമ്മൾ എടുത്തുള്ളത് ഈ സാധനമാണ്. നമ്മൾ എസ് എന്ന് പറഞ്ഞ സബ്സെറ്റ് എടുത്തില്ലേ. ഇനി ഞാൻ E1 E2 എന്ന് പറയുന്ന 2 ടേം ഡിഫൈൻ ചെയ്യണം. E1 എന്ന് പറയുന്നത് എന്താ അറിയോ, നമ്മുടെ എസ് എന്ന് പറഞ്ഞ വേർട്ടെക്സുകൾ, എസ്സിലുള്ള വേർട്ടെക്സുകളോട് ഇൻസിഡൻ്റ് ആയിട്ട് കിടക്കുന്ന എഡ്ജുകളാട്ടോ പറയുന്നത്. അപ്പോൾ ഇതിലേതൊക്കെ വരും, എസ്സിനോട് ഇൻസിഡൻ്റ് ആയിട്ട് കിടക്കുന്ന ഈ എഡ്ജ് ഉണ്ട്, പിന്നെ ഈ എഡ്ജ് ഉണ്ട്, പിന്നെ ഈ എഡ്ജ് ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്, ഈ എഡ്ജ് ഉണ്ട്, ഈ എഡ്ജ് ഉണ്ട്,
ഈ എഡ്ജ് ഉണ്ട്. അപ്പോൾ ഇതിലിതാ ഈ 3 എഡ്ജ് അല്ലാത്ത ബാക്കി എല്ലാ എഡ്ജുകളും അതിൽ വെട്ടു, E1 വെട്ടു. ഇനി E2 എന്ന് പറയുന്നത് എന്താ പറയുക, എൻ ഓഫ് എസ് എടുക്കുക. എസിൻ്റെ നൈബർഹുഡിൽ ആരൊക്കെ ഉണ്ട്? ഇയാളുടെ നൈബർഹുഡിൽ ഇയാളുണ്ട്, ഇയാളുടെ നൈബർഹുഡിൽ ഇയാളുണ്ട്, ഇയാളുടെ നൈബർഹുഡിൽ ഇയാളുണ്ട്. അപ്പോൾ ഈ എൻ ഓഫ് എസിനോട് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന, ഇൻസിഡൻ്റ് ആയിട്ട് കിടക്കുന്ന എഡ്ജസുകൾ ഉണ്ടാവുമല്ലോ, അതിനെയാണ് ഞാൻ E2 എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആരൊക്കെ വരും? ഇയാൾ വരും, ഇയാൾ വരും, ഇയാൾ വരും, ഇയാളും വരും, ഇയാളും വരും, ഇയാളും വരും അല്ലേ. അപ്പോൾ എല്ലാ എഡ്ജസുകളുമായി അത് എവിടെയുണ്ട്? E2 ഉണ്ട്. ഇതിൽ നമുക്ക് എന്ത് പറയാം? E1 എന്ന് പറയുന്നത് E2ൻ്റെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞുകൂടെ അല്ലേ. അപ്പോൾ നമ്മൾ ആ E1 ആദ്യം ആൾക്കാരെ എടുത്തപ്പോൾ ഈ 3 എഡ്ജ് ഇല്ലാത്തവരൊക്കെ E1 വന്നു, E2 എടുത്തപ്പോൾ ഈ മുഴുവൻ എഡ്ജും വന്നു. അപ്പോൾ E1 സബ്സെറ്റ് ഓഫ് E2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നോക്കിയേ, ഇനി K ഓഫ് എൻ ഓഫ് എസ് ഞാൻ കാണാം. എൻ ഓഫ് എസിൻ്റെ എൻ ഓഫ് എസ് എന്ന് പറയുമ്പോൾ എസിൻ്റെ നൈബർഹുഡിലുള്ള ആൾക്കാർ. ഈ K ഓഫ് എൻ ഓഫ് എസ് എന്ന് പറയുമ്പോൾ E2 എന്ന് എനിക്ക് എഴുതിക്കൂടെ? E2 നമ്മൾ എങ്ങനെയാണ് എടുത്തത്? എൻ ഓഫ് എസിനോട് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന എഡ്ജസുകളുടെ എണ്ണം, അതല്ലേ K ഓഫ് എൻ ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ K ഓഫ് മോഡ് എൻ ഓഫ് എസ് എന്നുള്ളത് മോഡ് E2 ആണ് നമുക്ക് കിട്ടി. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? മോഡ് E2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് E1. മോഡ് E1 എന്താ? K ഓഫ് മോഡസ് അല്ലേ. മോഡസിനോട് K ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E1 കിട്ടും. ഈ മൂന്ന് എഡ്ജസുകളും K ഓഫ് എൻ ഓഫ് എസ്, അതാണ് E1 എന്ന് പറയുന്നത്. ഇതിന് എന്ത് കിട്ടി? K മോഡ് എൻ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K മോഡസ്. ഇതിനെന്ത് പറയാൻ പറ്റും? എൻ ഓഫ് എസ് എന്ന് പറയുന്നത്, മോഡ് എൻ ഓഫ് എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡസ്. അത് നമുക്ക് കിട്ടിയില്ലേ? ബാക്കി നാം പറഞ്ഞ പോലെ.